വാർത്തകളുടെ 3-ാം മണിക്കൂർ. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, യൂദയ ഗോത്രത്തിൽപ്പെട്ട ഹൂറിൻ്റെ പുത്രനായ ഊറിയായുടെ മകൻ ബെസാലിയേലിനെ ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു. സാമർഥ്യവും ബുദ്ധിശക്തിയും ജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലും ഉള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു. കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക, സ്വർണം, വെള്ളി, ഓട് എന്നിവ കൊണ്ട് പണിയുക, പതിക്കാനുള്ള രത്നക്കല്ലുകൾ ചെത്തി മിനുക്കുക, തടിയിൽ കൊത്തുപണികൾ ചെയ്യുക, അങ്ങനെ എല്ലാത്തരം ശില്പവേലകൾക്കും വേണ്ടിയാണത്. അവനെ സഹായിക്കാനായി ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹീസാക്കിമിൻ്റെ പുത്രൻ ഓഹോലിബിനെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിച്ചതെല്ലാം നിർമ്മിക്കുന്നതിന് എല്ലാ വിദഗ്ധന്മാർക്കും പ്രത്യേകം സാമർഥ്യം കൊടുത്തിട്ടുണ്ട്. സമാഗമ കൂടാരവും സാക്ഷ്യപേടകവും അതിന്മേലുള്ള കൃപാസനവും കൂടാരത്തിലെ ഉപകരണങ്ങളും മേശയും അതിലെ ഉപകരണങ്ങളും വിളക്കുകാലും അതിലെ ഉപകരണങ്ങളും ധൂപപീഠം, ദഹനബലി പീഠവും അതിലെ എല്ലാ ഉപകരണങ്ങളും, ക്ഷാളനപാത്രവും അതിലെ പീഠവും, ചിത്രത്തുന്നലുകളാൽ അലങ്കൃതമായ വസ്ത്രങ്ങൾ, പുരോഹിതനായ അഹ്റോൻ്റെ വിശുദ്ധ വസ്ത്രങ്ങൾ, അവൻ്റെ പുത്രന്മാർ പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ അണിയേണ്ട വസ്ത്രങ്ങൾ, അഭിഷേക തൈലം, വിശുദ്ധ സ്ഥലത്തെ ധൂപാർപ്പണത്തിന് ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ, ഇവയെല്ലാം നിന്നോട് കൽപ്പിച്ച പ്രകാരം അവ നിർമ്മിക്കണം. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ അനുഗ്രഹത്തിൻ്റെതാണെന്ന് ദൈവം തന്നിരിക്കുന്ന ദാനങ്ങൾ എൻ്റെ കഴിവും മെടുക്കും അല്ല, ദൈവം ദാനമായി എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്നതാണെന്നും അത് ദൈവമഹത്വത്തിനായി ഉപയോഗിക്കുവാനുള്ളതാണെന്നുമുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് ഈ തിരുവചനത്തിൽ നിന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ സ്വന്തം, എൻ്റെ കഴിവ്, എൻ്റെ മഹത്വം എന്നതും വിട്ട് ദൈവത്തിൻ്റെ കൃപയും ദാനവും ദൈവമഹത്വത്തിന് ഉപയോഗിക്കാനുള്ളതാണെന്നുള്ള ആ ബോധ്യത്തോടെ ജീവിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.